ഇതൊന്ന് പിടിക്കേ. ഇത് വലിയ മതിൽ വെച്ചൂടാ. ഓട്ടോ തിരിച്ചിട്ടോ, എന്തും സംഭവിക്കാം. മാലു, ഉച്ചക്കുണ്ടാൻ അരി കുറച്ച് കൂടുതലിട്ടോ. അവിയലും കാളനും ഒക്കെ വെക്കാനുള്ള നേരം ഉണ്ട്, ഒന്നും കുറയ്ക്കണ്ട. കുഞ്ഞമ്മാവനാണ് നല്ല വിശപ്പും. അവിയലോ? എന്താ നമസ്കാരം. ഇത് തേങ്ങ, ഇത് കൊല. അപ്പൊ തേങ്ങ കൊല. ഹൈ, കുട്ടാന്റെ തണ്ടാണ മോന്റെ കടന്നില് കുറ്റിമാരി വീർത്തിരിക്കണേ. എന്താ തെളിച്ചോ? അതാക്ക് ഇത് കുറച്ച് ഉണ്ണിയപ്പ ശാരദാമ്മേ. അഷ്ടപുരോഹിണിക്ക് തറവാട്ടമ്പലത്തിൽ ഉണ്ണിക്കണ്ണ നേരിച്ചതാ. മാലുവിന് കുറച്ച് കൊണ്ടുവരാതിരിക്കാൻ മനസ്സ് വന്നില്ല. എവിടെ മാലുവും കുട്ടനും? കുട്ടളിയോ, കുട്ടളിയോ, അച്ചോട്ടിൻ തന്തി വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാ, അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ട് വരാം. അളിയനും മരുമോളൊന്നും ഈ വീട്ടിലില്ല. പിന്നെ ഇത് ഓമനക്കുട്ടന്റെ വീടല്ലേ? അല്ല, ഇത് നമ്പീശന്റെ വീടാ. നിങ്ങളെന്താ കുടിച്ചിട്ടുണ്ടോ? ശാരദാമ്മേ, എന്താ ഈ നമ്പീശൻ പറയണേ? ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ. നമ്മുടെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. വെറുതെ ഒച്ച ഓളിയിട്ട് ആളെ കൂട്ടാതെ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നത് നല്ലത്. എടോ, താൻ എന്റെ മാലുവിനെ സ്റ്റൗ ഒട്ടിച്ച് കൊന്നല്ലേ? സത്യം പറയണോ? അവിടെ എന്റെ മാലും കുട്ടളിയിലും പോയി അന്വേഷിക്കണം. അപ്പോളേ നമ്മൾ തമ്മിലൊരു കരാറുമില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ മരുമോളെ നിങ്ങൾ കെട്ടിച്ചു. ചെക്കൻ താൻ തോന്നിയാണെന്ന് അന്വേഷിച്ചോ? അന്വേഷിച്ചില്ല. തന്തയുടെ ചൊൽവിളിക്ക് വളർന്നതാണെന്ന് ചോദിച്ചോ? അതുമില്ല. അപ്പൊ പിന്നെ ചോദ്യം വേണ്ട, മര്യാദയ്ക്ക് ഇറങ്ങി പോവുക. വെറുതെ ചവിട്ടി കടി മേടിക്കരുത്. താൻ ഒലത്തും. എടോ, മര്യാദയ്ക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് എന്ത് പറ്റിന്ന് പറ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് തീ വയ്ക്കും. കുട്ടളീന്റെ തന്തയ്ക്ക് പൂരപ്പാട്ട് അറിയോ? താനാരോ തന്നാരോ തന്നെ, താനാരോ താനാരോ, വാള് പിടിക്കണ കയ്യത് ചോരക്ക് ചോര, കൊല്ലാതെ കൊല്ലും, പറപ്പിച്ച വഴി തുടർന്നു ഞാൻ. താൻ കുട്ടളീന്റെ തന്തോ അല്ല കാലിനോ? എന്റെ ദൈവമേ, വെളുക്കാത്ത പാണ്ടായല്ലോ. പാണ്ടല്ല, പൊണ്ണായി. എന്നെ എന്റെ മോനെ ശത്രുക്കളാക്കി മാറ്റിയത് നിങ്ങളൊക്കെ കൂടിയാ. എന്നിട്ട് ഉമ്മർത്ത് വന്നെന്ന് മുണ്ടും മടയക്കുത്തി നിയമം പറഞ്ഞോണ്ടല്ലോ. നിയമം ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. അന്ന് ഞാൻ പറഞ്ഞതായി പടി ചവിട്ടരുന്ന്. ഇനി വന്ന രണ്ടിന്റെ മുട്ടിയേറിട്ട് ഞാൻ പൊട്ടിക്കും, പറഞ്ഞേക്കാം. ചേർത്ത് തല്ലി പൊട്ടിയ തനിക്കെന്റെ കൊപ്ര പണിയോ? ഒന്ന് പോണോ കിളവാ? അയ്യോ, ഇറങ്ങി പോയിക്കോളെ രണ്ടുപേരും. പോവാനോ? പോണില്ല. ഞങ്ങളുടെ പിള്ളേർ എവിടെയെന്ന് പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പോണില്ല. അച്ഛന്റെ അടുത്ത് വഴക്കിട്ട് ഇറങ്ങി പോയതാ രണ്ടാളും. എവിടെന്നറിയില്ല. ആ കുട്ടിക്കാണെങ്കിൽ വിശേഷമുണ്ട്. ശ്രദ്ധ വേണ്ട സമയ. എവിടെ അയച്ചാലും കുഞ്ഞിരാമൻ അവരെ കണ്ടുപിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം. ഇനി വഴക്കിനൊന്നും നിൽക്കണ്ട. വാ മോളെ. ഇനി എന്തിനാ ഇവിടെ നിക്കണേ? നമുക്ക് പോവാം. ചാക്കെടുത്തു. തല്ലി കൊണ്ടെന്ന് മാറി ഇനി ചാക്ക് എടുക്കണോ? സൗകര്യണി എടുത്തിനാ മതി. കൊല ഞാൻ എടുക്കാം. ചുട്ടി, നമ്മള് വീട്ടിൽ ചെല്ലുമ്പോഴേ മാളുവിനെയും കുട്ടിനെയും കണ്ടെന്നേ പറയാവൂ. അതിന് നമ്മൾ കണ്ടില്ലല്ലോ. എടാ, എന്നാലും കണ്ടെന്നേ പറയാവൂ. നോണ, അത് ഞാൻ പറയാം. പക്ഷെ എനിക്ക് എന്ത് തരും? നിനക്ക് എന്ത് വേണേലും തരാം. എനിക്ക് ഐസ്ഫ്രൂട്ട് അടിച്ചരാ. സൂക്ഷിച്ച് കയറി, തല പൊട്ടണ്ട. സൂക്ഷിച്ച് അങ്ങോട്ട് തള്ളു. എന്താണ്? ഒന്നുമില്ല, അങ്ങോട്ട് തള്ളിയിരിക്കും തണ്ടേ. എന്റെ പൊന്നെ ഇടത്തി, നമ്മുടെ മാലു സുഹൃതം ചെയ്തൊരു പെണ്ണാ. അവിടെ അവക്ക് യാതൊരു കുറവുമില്ല. ഞങ്ങളങ്ങോട്ട് ചെല്ലുകയും മാലു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിലാ. ഞാനങ്ങോട്ട് വല്ലാണ്ടായി. പിന്നെയല്ലേ മനസ്സിലായത് സന്തോഷം കൊണ്ടുള്ള ആനന്ദ കണ്ണീരാണെന്ന്. നുണഞ്ഞോ എന്റെ പൊന്നാര മോൻ അപ്പുറത്ത് പോയിരുന്നു നുണഞ്ഞോ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല, അവക്ക് വിശേഷമുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നു. അതിനിപ്പ എന്താ, നല്ല നേരം നോക്കി സൗകര്യം പോലെ ഞാൻ അവളെ കൊണ്ട് കാണിക്കാലോ. അതുപോലെ ഏടത്തീന്നെ അവളെ കുറിച്ച് ആലോചിച്ച് ആദ്യം പിടിച്ച അസുഖം കൂട്ടാതെ പോയി കിടക്കുക. സത്യം പറ, ശരിക്കും എന്താ ഉണ്ടായേ? ശരിക്കും ഉണ്ടായതല്ലേ ഞാൻ പറഞ്ഞത്. ഏടത്തിയെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. എടേ, ഓമനക്കുട്ടൻ ആ നമ്പീശനുമായിട്ട് പിണങ്ങി മാലൂനെയും കുട്ടി വീട് വിട്ടിറങ്ങിപ്പോയി. ഇപ്പൊ എവിടെയാ എന്താന്നൊരു പിടിയില്ല. ഞാനിട്ട് അന്വേഷിക്കാനും പോയില്ല. എന്റെ ഈശ്വര, എന്നിട്ട് നിങ്ങൾ എന്താ വിവരം ഏടത്തോട് പറയാതിരുന്നത്? മഹാഭാവാണ് കേട്ടോ. ഇടി മഹാഭാവി, ഏട്ടത്തിക്ക് നീ അത് കേട്ട് വലിവ് കൂടിയാൽ മെഡിക്കൽ കോളേജിലേക്ക് എടുക്കണം. വലിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഓമനക്കുട്ടൻ എന്നെ പോലെയല്ല, അവനവന്റെ അച്ഛനെ പോലെയാ, വാശിക്കാരനാ. ആ വാശി മൂത്ത് കിട്ടിയാൽ നമ്മൾ ജയിച്ചു.
പിന്നെ ഇവിടെയുള്ളതെല്ലാം ശ്രുതിക്കല്ലേ, ശ്രുതിക്കുള്ളതെല്ലാം ഇവക്കല്ലേ. ഇടീ നോക്കി നിൽക്കാതെ ആ പേനയെടുത്ത് 4 വരി എഴുതി അവനയക്കേ. അവനങ്ങ് നോക്കത്താത്ത ദൂരത്തിലല്ലേ. ഇനി വല്ല പട്ടാളക്കാരി അവന്റെ മനസ്സൊന്ന് കയറിയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചെല്ല് ചെല്ല്. തണ്ടേ അതെ, നമ്മള് വരണ വഴിക്ക് ഇവിടുന്ന് കൊണ്ടുപോയ തേങ്ങയും കൊലയും വിറ്റില്ലേ, അതിന്റെ കാശ് മുഴുവൻ എനിക്ക് തരണം. ഇല്ലാച്ചാ മാലുവിന്റെ സ്റ്റൗ പൊട്ടിച്ച് വന്ന കേസ് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എടാ വഞ്ചക, നിനക്ക് ഐസ്ഫ്രൂട്ട് മതി എന്നല്ലേ പറഞ്ഞത്? ഐസോട്ട് ഇങ്ങനെ അടിച്ച് വലിഞ്ഞു പോയി. സ്വന്തം തന്തയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോടാ. നിങ്ങള് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടല്ലേ ഞാൻ ബ്ലാക്ക് ആയേ? ഓ എന്റെ ദൈവമേ, ഇവനെയൊക്കെ ഏത് നേരത്താണോ ഈശ്വര. എനിക്കതറിയില്ല. തന്നിരിക്കുന്ന മരുന്നൊക്കെ സമയത്ത് കഴിച്ചോളണം. അവസാനം എനിക്ക് പണി ഉണ്ടാക്കരുത് കേട്ടോ. ഇവിടെ താമസിക്കുന്നെന്ന് എങ്ങനെയാ മനസ്സിലായേ? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സബിതയുടെ വീട് ഇവിടെ അടുത്താ. അവളാ പറഞ്ഞേ ഏട്ടനും ഏടത്തി ഇവിടെയാ താമസിക്കണെന്ന്. ഓൾക്ക് സുഖാണോ? മോളല്ല, ചക്കപ്പോത്ത വീപ്പക്കുറ്റി. എന്റെ വീപ്പക്കുറ്റിക്ക് മുത്തപ്പയുടെ കൊട്ടാരം കാണണ്ടേ? ഏട്ടൻ വീട്ടിലേക്ക് വരെയല്ലേ? ഏട്ടൻ പോയതിനു ശേഷം അമ്മക്ക് അറിയാത്ത ഒരു ദിവസവും ഇല്ല. ഏടത്തിക്ക് ഇങ്ങ് പറഞ്ഞൂടെ ഏട്ടനോട്? ഏട്ടനില്ലാണ്ട് എനിക്ക് അവിടെ ഒരു രസവും ഇല്ല ഏട്ടാ. അയ്യേ, വലിയ പെൺകുട്ടികള് ഇങ്ങനെ കരയ. മോൾക്ക് എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഏട്ടനോട് തൊട്ടടുത്തില്ലേ? വേഗം പൊക്കോ. വീട്ടിലെ അമ്മയൊക്കെ മോളെ കാണാണ്ട് വിഷമിച്ചിരിപ്പുണ്ടാവും. പടി വരെ ഏട്ടൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. May I come in, sir? Yes, come in. ഓ മിസ് ഓമനക്കുട്ടൻ ജോയിൻ ചെയ്യാൻ വന്നതായിരിക്കും. അതെ സാർ. ബോണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊന്നും വേണ്ടെന്നല്ലേ സാറെന്ന് പറഞ്ഞത്? യെസ്, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് തന്റെ അച്ഛൻ തനിക്ക് ഗ്യാരണ്ടി നിൽക്കുമല്ലോ എന്ന് കരുതിയാണ്. തന്റെ അച്ഛനെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ എനിക്കങ്ങനെ ഒരു മകനേ ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പീസിനെ ഇൻസൾട്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. അച്ഛനെ തോൽപ്പിക്കാൻ നടക്കുന്ന മക്കളെ ഞാൻ എൻകറേജ് ചെയ്യില്ല. ഒരു മകൻ എന്ന നിലയ്ക്ക് താനിപ്പോൾ ചെയ്യുന്നത് ഉപദേശമല്ല, ജോലിയാണ് ഞാൻ ചോദിച്ചത്. സ്വന്തം കാലിൽ നിൽക്കുന്ന ജപ്പാനിലെ കുട്ടികളെ കണ്ട് AC മുറിയിലെ കറങ്ങുന്ന കസേരയിലിരുന്ന് കോരിത്തരിച്ചാൽ മാത്രം പോരെ സാർ. അതിന് ശ്രമിക്കുന്ന കേരളത്തിലെ പിള്ളേരോട് കുറച്ചെങ്കിലും ദയ കാണിക്കണം. വരട്ടെ സാർ. വെരി ബ്രില്യന്റ് അഡ്വൈസ്. ആരുമില്ല ഇവിടെ? മോൻ, അമ്മയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. വാ, അകത്തേക്ക് വാ. വേണ്ട, ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. ഇനി മുറ്റത്ത് കാല് ചവിട്ടില്ലെന്ന് തീരുമാനിച്ചാ ഞാൻ ഈ പടി ഇറങ്ങിയത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞേക്ക് ഭർത്താവിനോട്. എന്താ നീ പറഞ്ഞേ? ഭർത്താവോ? എന്റെ ഭർത്താവ് നിന്റെ ആരാടാ? ഇപ്പൊ എന്ത് ദ്രോഹം നിന്നോട് അങ്ങനെ ചെയ്തത്? ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ചിട്ടാ ഞാനൊരു ജോലി ശരിയാക്കിയത്. അത് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു ഇവിടുത്തെ മഹാൻ. തോറ്റുമടുത്ത് കാൽച്ചോട്ടിൽ വരുത്താനേ മോഹമെങ്കിൽ അത് വ്യാമോഹമാണെന്ന് പറഞ്ഞേക്ക അയാളോട്. ക്ഷമയ്ക്കൊരു അതിരുണ്ട്. അത് കഴിഞ്ഞ പിന്നെ സ്വന്തം എന്തും നോക്കില്ല ഞാൻ. നീ എന്ത് നോക്കില്ലെന്നാടാ? തല്ലു കൊല്ലു നിന്റെ അച്ഛനെ. എന്നാ കൊന്നരടാ. എന്നും അന്ത്യത്തിരി കത്തിക്കുമ്പോ എന്റെ മോൻ തിരിച്ചു വരണേ നുള്ളൊരുക്കി പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. ഇനി നീ വരണ്ട, എനിക്ക് നിന്നെ കാണാൻ വേണ്ട. പൊയ്ക്കോ, പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. എന്താണ് നിന്റെ അമ്മയുടെ മുഖം വീർത്ത് കെട്ടിയിരിക്കുന്നത്? അമ്മ എത്ര നേരം കരയായിരുന്നു. എന്തിന്? എന്തിനാ ശാരദ? ഒന്നുമില്ല. കുട്ടേട്ടൻ വന്നിരുന്നു. ഓ, വന്നിരുന്നോ? അച്ഛനെ കുറെ ചീത്തയും പറഞ്ഞു. ആ, എന്നെ അല്ലാതെ പിന്നെ ആരെയും ചീത്ത പറയും? പറയട്ടെ.
കൊത്തിയും കളിച്ചും വളർത്തി വലുതാക്കിയതല്ലേ, കൊതി തീരോളം പറയട്ടെ. ഈ മുറ്റത്ത് കാല് ചവിട്ടിയില്ല അവൻ, അറിയോ? ഓ, ആ വിഷമം തീർക്കാനാ നീ കരഞ്ഞ? അല്ല, അവന്റെ വിഷമം ഓർത്ത. സഹായിച്ചില്ലെങ്കിലും സ്വന്തം ജോലി ദ്രോഹിക്കാതിരുന്നോടെ. എന്തിനാ അവന്റെ ജോലി ഇല്ലാതാക്കിയേ? ഇപ്പൊ അവൻ ആ ജോലി കിട്ടിയ ഒരു കമ്പനി ശിപായിയുടെ കുപ്പായത്തിൽ ഒതുങ്ങും അവന്റെ ജീവിതം. വെറും ഒരു ശിപായി പണിക്ക് വിടാനല്ല അവനെ ഞാൻ വളർത്തിയത്. വളർത്തിയത് എന്തിനാണെങ്കിലും അവൻ ഈ മുറ്റത്ത് കാല് കുത്താണ്ടാക്കിയില്ലേ? നീ സമാനപ്പെട്. അവൻ പിച്ച വെച്ച് നടക്കാൻ ശീലിച്ച മുറ്റമായത്. ഓടി ഓടി മടുക്കുമ്പോ ഈ മുറ്റത്ത് തന്നെ മടങ്ങി വരും. എന്നാലും എന്റെ ഓമനക്കുട്ട, എവിടെയാ എന്താന്നൊന്നും ഒരു വിവരവും അറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല, എന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ലാതിരിക്കുമ്പോഴാ കത്ത് വന്നത്. ഏട്ടത്തിയോടെ ഈ വിവരം പറയാൻ പറ്റൂ? അറിഞ്ഞാൽ ആദ്യം പിടിച്ച് വലിവ് കൂടില്ലേ? ആ, അപ്പൊ എങ്ങനെയാ മാറുവിന്റെ കാര്യം? കടിഞ്ഞൂൽ പ്രസവം പെൺവീട്ടില. എപ്പോഴാ ഇവളെ കൊണ്ടുവരാൻ വരേണ്ടത്? അല്ല, അത് മാലുവിനെ അങ്ങോട്ട് വിടുന്ന കാര്യം എനിക്ക്. ആദ്യ പ്രസവം പെൺവീട്ടുകാരുടെ അവകാശമാ, അത് ഞങ്ങൾക്ക് വിട്ടു തരണം കുട്ടാ. കുഞ്ഞമ്മാവൻ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാ. ഇനിയും മാലുവിനെ പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞാ പ്രസവം അവിടെ ആക്കുന്നതല്ലേ നല്ലത്. ഇവിടെ കുട്ടേട്ടന് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എല്ലാറ്റിനും ഒരു കൈ സഹായം ഇല്ലാതെ എങ്ങനെയാ? അതിപ്പോ ഓമനക്കുട്ടൻ പറയുന്നതിലും കാര്യമുണ്ട് മോളെ. ഇവന്റെ മനോവിഷവും നമ്മൾ മനസ്സിലാക്കണ്ടേ. അവിടെയാണെങ്കിൽ അച്ചൂട്ടി ആകെ ഇളകിയിരിക്കുക. ഉത്സവത്തിന് വന്നൊരു ആനയുടെ വലമേ തൂങ്ങി അവൻ കാട്ടിയ പുകില്. ഓ, ഈ വയറ്റുമേലെങ്ങാൻ അവൻ തട്ടുവോ മുട്ടുവോ ചെയ്താൽ എന്റെ ദേവി. ഒരു കണക്കിന് പറഞ്ഞാൽ പ്രസവം ഇവിടെ ആക്കുന്നത് തന്നെയാ നല്ലത്. ആ ഓണം കേറാമൂലേക്കാൾ നല്ല ആശുപത്രിയും ഡാക്ടർമാരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് അവരവരുടെ സൗകര്യത്തിലാ കാര്യങ്ങള്. ആചാരവും മര്യാദയൊക്കെ അങ്ങനെ കിടക്കും. അപ്പോ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഉറപ്പിക്കുക. പ്രസവത്തിന്റെ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരില്ലേ? പേടിക്കണ്ട, കുഞ്ഞുമാമി ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരില്ല. അയ്യോ, ഞാനതല്ല ഉദ്ദേശിച്ചത്. മനസ്സിലായി. ആ, എന്നാ സമയം കളയണില്ല, ഞാനും കിടറങ്ങ.